الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. لن ينال الله لحومها ولا دماؤها ولكن يناله التقوى منكم، كذلك سخرها لكم لتكبروا الله على ما هداكم وبشر المحسنين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ സന്ദർഭങ്ങളിലും കാത്തു സൂക്ഷിച്ച് നമ്മെ സദാ അവൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധത്തോടുകൂടെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണേ എന്ന് ആമുഖമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഗൗരവപൂർവം ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് സഹോദരീ സഹോദരങ്ങൾ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി മക്കയിലേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. പലരും അവിടെ എത്തിക്കഴിഞ്ഞു, പലരും യാത്രകൾക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. നമ്മുടെ നാട്ടിൽ നിന്നും ഒരുപാട് പേർ അതിനു വേണ്ടി തയ്യാറെടുക്കുന്നവരുണ്ട്, പോയവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിച്ച് നമ്മിലേക്ക് സന്തോഷത്തോടെ തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ഖുതുബ ഹജ്ജുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മഹാത്മ്യങ്ങളും ശ്രേഷ്ഠതകളുമായി ബന്ധപ്പെട്ട് ഒരു ഹാജി ഏത് രൂപത്തിലുള്ള പരിഗണനയാണ് ഇസ്ലാം നൽകിയത് എന്നൊക്കെ പ്രമാണബദ്ധമായി ഖുർആനിക വചനങ്ങളും
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു ഹദീസുകളിലൂടെയൊക്കെ വളരെ വ്യക്തമായി നാം ഓരോരുത്തരും മനസ്സിലാക്കുകയുണ്ടായി. ഒരുപാട് പേർ ഹജ്ജ് കർമ്മത്തിന് പോകുമ്പോഴും പോകാത്തവരായി നാട്ടിലുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം ഹാജി നിർവഹിക്കുന്ന ചില കർമ്മങ്ങളൊക്കെ നമുക്ക് നാട്ടിൽ വെച്ച് നിർവഹിക്കാം. അതിൽപ്പെട്ട വളരെ പ്രാധാന്യമുള്ള ഒരു കർമ്മമാണ് ഉദ്ഹിയ്യത്ത് എന്ന കർമ്മം. ഭാഷാപരമായി ഉദ്ഹിയ്യത്ത് എന്ന പദത്തിന്റെ അർത്ഥം ദുഹ സമയത്ത് നിർവഹിക്കുന്ന, പൂർവാഹ്ന സമയത്ത് നിർവഹിക്കുന്ന കർമ്മമായതുകൊണ്ടാണ് ആ ഉദ്ഹിയ്യത്ത് എന്നുള്ള പേര് ലഭിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് ആടുമാടുകളെ ബലി നൽകുന്നതിനാണ് നാം ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്നത്. ബലികർമ്മം ഇന്ന് പലതരത്തിലുള്ള ചർച്ചകൾക്കും വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ഒരു മൃഗത്തിന്റെ ജീവൻ എടുത്തുകൊണ്ടാണോ നിങ്ങൾ ആരാധനകൾ അർപ്പിക്കുന്നത്? ഇതൊക്കെ ക്രൂരമായ നിലപാടല്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ മൃഗങ്ങളെ അറുത്ത് ഭക്ഷണം കഴിക്കുന്നതിന് പകരം ആ പണം വല്ല പാവപ്പെട്ടവർക്കും കൊടുത്തുകൂടെ? ഇങ്ങനെയൊക്കെ വലിയ പ്രയാസത്തോടുകൂടെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾ, അല്ലെങ്കിൽ ഇത്തരം ചോദ്യങ്ങളെ കൊണ്ടൊക്കെ ഇസ്ലാമിനെ തകർത്ത് കളയാമെന്ന് മോഹിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ചും യുക്തിവാദികളായ ആളുകൾ, അവരൊക്കെ വലിയ വായിൽ ചോദ്യങ്ങൾ എഴുതിവിടുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പഠിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദഹന വ്യവസ്ഥയെക്കുറിച്ചും അവന്റെ വായയെക്കുറിച്ചും അവന്റെ പല്ലിന്റെ ഘടനയെക്കുറിച്ചും ഒക്കെ അറിയുന്ന, സയൻസ് അറിയുന്ന യുക്തിവാദികൾ അങ്ങനെയാണല്ലോ, ഞങ്ങൾ സയൻസിന്റെ ആളുകളാണെന്ന് പറയാം. സയൻസ് അറിയുന്ന ഒരു മനുഷ്യൻ ചോദിക്കാത്ത ചോദ്യമാണിത്. കാരണം സസ്യങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് ജീവിക്കുന്ന സൃഷ്ടിജാലങ്ങൾ ഈ ലോകത്ത് അല്ലാഹുവിൻ്റെതായുണ്ട്. മാംസം മാത്രം കഴിച്ച് ജീവിക്കുന്ന സൃഷ്ടിജാലങ്ങളുമുണ്ട്. അവയുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥകൾ വ്യത്യസ്തമാണ് എന്ന് മനുഷ്യന്റെയും അതുപോലെ തന്നെ ഇത്തരം ജീവജാലങ്ങളുടെയും ശരീരം പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും മനസ്സിലാകും. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ മിശ്രഭോജിയാണ് എന്ന് പറയാം. മിശ്രഭോജിയുടെ പല്ലിന്റെ ഘടന അത് പഠിക്കുന്നവർക്ക് മനസ്സിലാകും. കൂടുതൽ ഞാൻ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. എന്തായാലും അത്തരം ചോദ്യങ്ങൾ എഴുതിവിടുമ്പോൾ അവർക്കൊന്നും അറിയാത്തത് കൊണ്ടല്ല മനുഷ്യൻ മിശ്രഭോജിയാണ് എന്നും മാംസവും സസ്യവും ഒക്കെ ആഹരിക്കാൻ സാധിക്കുന്ന ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ എന്നൊക്കെ അവർക്കറിയാം. പിന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ ആരെങ്കിലും കൊത്തിയാലോ എന്ന് ധരിച്ചിട്ടാണ് ഇത്തരം ചോദ്യങ്ങളൊക്കെ എഴുതിവിടുന്നത്. പാവങ്ങളെ സഹായിച്ചുകൂടെ ഈ പണം കൊണ്ട് എന്ന പാവങ്ങളോടുള്ള വല്ലാത്ത അനുകമ്പയും കാരുണ്യവും ഒക്കെ നിറഞ്ഞൊഴുകുന്ന ചോദ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അവരൊന്നും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കോ സോഷ്യൽ വർക്കുകൾക്കോ ഒന്നും നമ്മളാരും അത്തരത്തിലുള്ള യുക്തിവാദികളെയൊന്നും നമ്മൾ കാണാറില്ല. പക്ഷെ ഇസ്ലാം പാവങ്ങളെ സഹായിക്കുവാനും പാവങ്ങൾക്ക് വലിയ നിലയിലേക്ക് അവരെ കൈപിടിച്ചുയർത്തുവാനും ഒക്കെയുള്ള എല്ലാ തരത്തിലുള്ള കർമ്മങ്ങളും കൃത്യമായി പഠിപ്പിച്ച മതമാണ് ഈ ഇസ്ലാം. അതിന് നാം ബലിപെരുന്നാളിന് അർപ്പിക്കുന്ന ബലി നിർത്തിവെച്ചുകൊണ്ട് ആ പണം എടുത്ത് പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ടതില്ല. നമ്മുടെയൊക്കെ ധനത്തിൽ നിന്നും കൃത്യമായി 2.5% സക്കാത്ത് എന്ന രൂപത്തിലും അതല്ലാതെ കോടിക്കണക്കിന് രൂപകൾ സ്വതക്കയായും നമ്മളൊക്കെ കൊടുക്കുന്നവരാണ്. സ്വതക്കയുടെ മഹാത്മ്യങ്ങളൊന്നും നമ്മളോട് ആരും പറഞ്ഞു തരേണ്ടതില്ല എന്നാണ് അഭിഷേകമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. സക്കാത്തും സ്വതക്കയുമായി അത്തരം പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തരും നിർവഹിച്ചു പോരുന്നുണ്ട്. ബലിപെരുന്നാളിന് ബലി നിർവഹിക്കുക, പാവപ്പെട്ടവരെ സഹായിക്കാൻ സ്വതക്കയും സക്കാത്തും അത്തരത്തിലുള്ള ദാനധർമ്മങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക, ഓരോ കർമ്മങ്ങളും അള്ളാഹുവിന്റെ പ്രീതി അനുസരിച്ച് പ്രവർത്തിക്കുക, ഇതൊക്കെയാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളിൽ, ബലി കേവലം
പെരുന്നാളിന്റെ അന്നും അതല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിലും നമുക്ക് ആഹരിക്കാനുള്ള കേവലം ഒരു ഭക്ഷണം എന്നതിന് വേണ്ടി മാത്രമല്ല ബലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാം ബലികർമ്മം നിർവഹിക്കുന്നത് അതിനു വേണ്ടി മാത്രമല്ല, മറിച്ച് ബലിയുടെ പിന്നിൽ, ഉദ്ഹിയ്യത്തിന്റെ പിന്നിൽ ത്യാഗോജ്ജലമായ ചില ചരിത്ര സംഭവങ്ങളുണ്ട്. ഒരു ഉപ്പയുടെയും മകന്റെയും ചരിത്രം ഹജ്ജിന്റെ ഉടനീളം നമ്മൾ പരിശോധിച്ചാൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. തന്നെ പൂർണ്ണമായും അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം 86 വയസ്സ് പ്രായമായിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യം ലഭിക്കാതെ പോയ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, വളരെ വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ത്യാഗനിർഭരമായ സമർപ്പണത്തിന്റെ, ആത്മസമർപ്പണത്തിന്റെ ചരിത്രമാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഈ ഉദ്ഹിയ്യത്തിലൂടെ. സൂറത്തു സഫാത്തിന്റെ 107 മുതലുള്ള വചനങ്ങളിൽ, 100 മുതൽ 107 വരെയുള്ള വചനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇത് പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു 100-ാമത്തെ വചനം തുടങ്ങുന്നത് റബ്ബി ഹബിലി മിനസ് സാലിഹീൻ ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹരീം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്? 86-ാമത്തെ വയസ്സിലാണ് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്നത്. നമുക്ക് വലിയ മാതൃകയുണ്ട് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയിലും ഈ ചരിത്രത്തിലുമൊക്കെ. അള്ളാഹു ഇത്തരം ചരിത്രങ്ങൾ വെറുതെയല്ല നമ്മുടെ മുമ്പിൽ എടുത്തുദ്ധരിക്കുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത്തരം പരീക്ഷണങ്ങളുടെ ഘട്ടങ്ങളിൽ റബ്ബി ഹബിലി മിനസ് സാലിഹീൻ, അല്ലാഹുവേ റബ്ബേ എനിക്ക് നീയൊരു സ്വാലിഹായ സന്താനത്തെ തരണേ. കല്യാണം കഴിച്ചിട്ട് 1.5 കൊല്ലല്ല, 2 കൈനക്കിന്റെ സമീപത്തല്ല പോയിട്ടുള്ളത്. കല്യാണം കഴിച്ചിട്ട് വർഷങ്ങളായിട്ടുണ്ട്. വാർദ്ധക്യത്തിന്റെ അവശതയിലേക്ക് എത്തി നിൽക്കുന്ന സന്ദർഭത്തിലാണ്. ഇവിടെ 2 ഡോക്ടർമാരെ കാണിച്ചിട്ടും കുട്ടികളില്ല എന്ന് തോന്നുന്ന സന്ദർഭത്തിൽ വിശ്വാസം ഉള്ളിലേക്ക് പ്രവേശിക്കാത്ത ആളുകൾ ഇനി ഏത് ജാറത്തിലേക്കാണ് പോകേണ്ടത് എന്നാണ്, ഏതു മക്കബറയിൽ പോയാലാണ് കുട്ടിയെ കിട്ടുക എന്നാണ്, എവിടെ ജാറം മൂടിയാലാണ് തനിക്ക് മക്കളെ കിട്ടുക എന്നാണ്, ഏതു മരത്തിന്റെ ശിഖിരത്തിൽ തൊട്ടില കെട്ടിയാലാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. ചില പാലക്കാടൊക്കെ ചില മരങ്ങളുണ്ട്, ആ മരത്തിന്റെ ശിഖിരത്തിൽ തൊട്ടില കെട്ടിയാൽ സന്താന ഭാഗ്യം ലഭിക്കുന്നൊക്കെ ചില ആളുകളുടെ വിശ്വാസം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ പ്രാർത്ഥന എടുത്തുദ്ധരിച്ചുകൊണ്ട് അള്ളാഹ് നമ്മെ പഠിപ്പിക്കുന്നത് ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകും, പരീക്ഷണങ്ങൾ ഉണ്ടാകും. നിങ്ങൾ വിശ്വാസികളാണോ? റബ്ബി ഹബിലി മിനസ് സാലിഹീൻ, നമ്മുടെ പ്രാർത്ഥനകൾ റഹ്മാനായ റബ്ബിലേക്ക് ഉയരാവുമെന്നാണ്. 2-ാമത്തെ ഒരു പാഠം കൂടെ ഈ പ്രാർത്ഥനയിലുണ്ട്. നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോടാണ് എന്നത് മാത്രമല്ല, നിരന്തരം നമ്മുടെ മക്കൾ നന്നായി തീരാൻ നമ്മൾ പ്രാർത്ഥിക്കണം. എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്? മക്കള് കുറച്ച് പ്രായമൊക്കെ ആയി, നമ്മൾ വിളിച്ചെടുത്തൊന്നും മക്കളെ കിട്ടുന്നില്ല, നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും മക്കളാവുന്നില്ല. ആ സമയത്ത് ഇരുന്നിട്ട് കണ്ണീരൊലിപ്പിച്ച് പ്രാർത്ഥിക്കാനല്ല. നമ്മൾ വിവാഹം കഴിച്ചാൽ നമ്മുടെ മക്കൾ നമ്മുടെ ഭാര്യയുടെ ഉദരത്തിൽ ജന്മം കൊള്ളുന്നതിന് മുമ്പേ അത്തരം സന്ദർഭങ്ങളിലൊക്കെ പ്രാർത്ഥന തുടങ്ങണം നമ്മൾ. റബ്ബി ഹബിലി മിനസ് സാലിഹീൻ, പടച്ചോനെ എനിക്ക് നീ നൽകുന്നത് സാലിഹിനെ തരണേ എന്നാണ്. നൽകിയിട്ട് സാലിഹാക്കണമെന്ന് മാത്രല്ല, അതും വേണം. അതിനപ്പുറത്ത് നൽകുന്നത് സ്വാലിഹിനെ തരണേ എന്ന് പ്രാർത്ഥിക്കണം. അതും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പാഠമാണ്. എന്നിട്ടോ അല്ലാഹു പറയുന്നു, ഫലമ്മാ ബലഗ മഅഹു സഅയ ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഉക ഫൻദുർ മാദാ തറാ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകന് ഏകദേശം 10-13 വയസ്സിങ്ങനെ ഓടിച്ചാടി നടക്കാനും പ്രത്യേക ഒരു വാത്സല്യം മക്കളോട് തോന്നുന്ന ആ ചിരിക്കാനും കളിക്കാനൊക്കെ ഉള്ള ഒരു സമയമൊക്കെ ആയി. ആ സമയത്തെ കുറിച്ചിട്ട് അല്ലാഹ് പറയാ, ഫലമ്മാ ബലഗ മഅഹു സഈ, ആ പ്രായമെത്തിയപ്പോ ഖാല യാ ബുനൈ, തന്റെ പിതാവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനെ വിളിക്കുകയാണ്. എന്നിട്ട് മകനോട് ഒരു അഭിപ്രായം ചോദിക്കുകയാണ്.
ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹു ഫൻദുർ മാദാ തറാ. മോനെ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്താ സ്വപ്നം എന്നറിയോ? നിന്നെ അറക്കണം എന്നാണ്. ഫൻദുർ മാദാ തറാ, എന്താണ് മോനെ നിന്റെ അഭിപ്രായം? ഒരു ഉപ്പയാണ് ചോദിക്കുന്നത്. ആരോടാണ് ചോദിക്കുന്നത്? തന്റെ മകനോടാണ് ചോദിക്കുന്നത്. എത്രമേൽ ഗൗരവമുള്ള ഒരു വിഷയമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇത് ഇബ്രാഹിം നബി ചോദിക്കാനുള്ള കാരണം എന്താ? അത് സ്വപ്നം കണ്ടതല്ലേ എന്ന് വിചാരിച്ച് തള്ളിക്കളയാൻ പാടില്ല. കാരണം അമ്പിയാക്കളുടെ സ്വപ്നം അത് വഹിയാണ് എന്നുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം യാതൊരു തരത്തിലുള്ള വൈമനസ്യവും കൂടാതെ തന്റെ മകനെ വിളിച്ചുകൊണ്ട് ഈ കാര്യം സൂചിപ്പിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടുകൂടെ ആലോചിക്കണം. എത്രമേൽ ഗൗരവമുള്ള ഒരു വിഷയം ഇത്. അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നപ്പോ തന്റെ പുത്രനാണ്, തന്റെ മകനാണ്, സ്നേഹവാത്സല്യങ്ങളുള്ള ഞാൻ പോറ്റി വളർത്തുന്ന എന്റെ സ്നേഹനിധിയാണ്, എനിക്ക് വാർദ്ധക്യത്തിന്റെ അങ്ങേ തലയിൽ എന്റെ റബ്ബ് തന്നതാണ്. ശരിയാണ്, ഇത് സാധാ സ്വപ്നമായിക്കൂടെ എന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അള്ളാഹ് ഒന്നും കൂടെ വഹീ തരട്ടെ എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. അള്ളാഹുവിന്റെ വിധിയാണെന്ന് തിരിച്ചറിഞ്ഞ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം തന്റെ മകനെ വിളിച്ചിട്ട് അഭിപ്രായം ആരായുകയാണ്. ഇന്നിന്റെ കാലഘട്ടത്തിലെ രക്ഷിതാക്കൾക്ക്, ഞാനും നിങ്ങളും അടങ്ങുന്ന രക്ഷിതാക്കൾക്ക് വലിയ വലിയ മാതൃകകൾ ഈ വിഷയത്തിലുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് അള്ളാഹു പറഞ്ഞത് കാണാം. ഇബ്രാഹിം നബിയുടെ ഇത്തരത്തിലുള്ള ചരിത്രങ്ങളിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. എന്നിട്ട് ഈ ചരിത്രത്തെ നമ്മുടെ മുമ്പിൽ വെക്കുന്നത് നമ്മളോ എന്താണ്? അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിക്കുന്നിടത്ത്, അതല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്നിടത്ത് എന്താണ് നമ്മുടെ സമീപനം? ഇന്ന് പല രക്ഷിതാക്കൾക്കും മക്കളെ പേടിയുള്ള കാലമാണ്. സുബഹിക്ക് വിളിക്കാൻ, നിസ്കരിക്കാൻ ഉപ്പ പള്ളിയിലേക്ക് പോകും, മക്കളെ വിളിക്കൂല. എന്താ? മക്കളോടുള്ള സ്നേഹമാണ്, വാത്സല്യമാണ് എന്ന് പറയാം. മകൻ അനിസ്ലാമിക വസ്ത്രമാണ് ധരിക്കുന്നത് എന്ന് പിതാവിനറിയാം, മാതാവിനറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിട്ടുണ്ട് എന്ന് പഠിപ്പിക്കുന്ന പുരുഷന്റെ വസ്ത്രമാണ് എന്റെ മകൾ ധരിക്കുന്നത്, പാന്റും ഷർട്ടും ഇട്ടിട്ടാണ് നടക്കുന്നത് എന്ന് പിതാവിനറിയാം, മാതാവിനറിയാം. പക്ഷേ മകളോട് പറയാൻ ഭയം. അത് മകൾക്ക് വിഷമാവുമല്ലോ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ബലിയുടെ ചരിത്രം പഠിക്കുമ്പോൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് മുമ്പിൽ എന്റെ മകളോടുള്ള, മകനോടുള്ള സ്നേഹമോ വാത്സല്യമോ എനിക്ക് പ്രശ്നമല്ല. ഞാൻ ഒന്നാമതായി സ്ഥാനം കൊടുക്കുന്നത് റഹ്മാനായ റബ്ബിന്റെ കൽപ്പനകൾക്കാണ്, എന്റെ പ്രവാചകന്റെ ചര്യകൾക്കാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. മകനെയും മകളെയും മക്കളെയും ഈ രൂപത്തിലുള്ള തർബിയത്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. രക്ഷിതാക്കളായ നമുക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ വലിയ മാതൃകയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം. തീർന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ വിഷയത്തിൽ രക്ഷിതാക്കൾക്ക് മാത്രമല്ല മാതൃകയുള്ളത്. നോക്കൂ, ആ വചനത്തിൽ തന്നെ തന്റെ മകനോട് വിളിച്ചിട്ട് ചോദിക്കുകയാണ് പിതാവ്, എന്താ മോനെ നിന്റെ അഭിപ്രായം? അള്ളാഹ് മോനെ അറക്കണം എന്നാണ് അള്ളാഹ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. എന്തായിരിക്കും ഇത്തരത്തിലുള്ളൊരു വിഷയങ്ങൾ നമ്മുടെ മകളോട്, മകനോട് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മക്കളുടെ സമീപനം എങ്ങനെയാണ്? അള്ളാന്റെ കൽപ്പന ഉണ്ട് മോളെ, റസൂലുള്ളാഹിന്റെ ഹദീസ് ഇങ്ങനെയാണ് മോളെ, മകനെ എന്ന് പറയുമ്പോ എന്താ നമ്മുടെ മക്കളുടെ സമീപനം? നോക്കൂ, അള്ളാഹു പറയുന്നു, മക്കളെ ഇത് നമുക്കുള്ള മാതൃകയാണ്. ഇസ്മാഈൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം പിതാവിനോട് പറയാണ്. ഏതാ പിതാവ് എന്ന് നോക്കണം. തന്നെ അറക്കും എന്ന് പറയുന്ന പിതാവാണ്. അതിന് അള്ളാഹുവിന്റെ വഹയുണ്ടെന്ന് പറഞ്ഞ പിതാവാണ്. ആ പിതാവിന്റെ മുഖത്ത് നോക്കിയ മകൻ പറയുന്നത്, യാ അബതി ഇഫ്അൽ മാ തുഅ്മർ. പിതാവേ, എന്റെ പ്രിയപ്പെട്ട പിതാവേ, അള്ളാഹ് എന്താ താങ്കളോട് കൽപ്പിച്ചത് അതനുസരിച്ചോളൂ, അത് താങ്കൾ ചെയ്തോളൂ. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ.
താങ്കൾ മൂർച്ചയുള്ള ഖഡ്ഗം എന്റെ ഖണ്ഡനാളത്തിലേക്ക് ആഴ്ത്തി ഇറക്കുമ്പോ പിതാവേ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, എന്നെ ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ താങ്കൾക്ക് കാണാം. എന്താ ക്ഷമാലുക്കളുടെ കൂട്ടം? എന്താ ക്ഷമ? താങ്കൾ ആ മൂർച്ചയുള്ള കത്തി എന്റെ കഴുത്തിലേക്ക് വെക്കുമ്പോ തട്ടിപ്പിടയാതെ അങ്ങേക്ക് പ്രയാസമില്ലാത്ത രൂപത്തിൽ ഞാൻ കിടന്നു തരും ഉപ്പ എന്ന പറഞ്ഞത്. എന്താണ് നമ്മുടെ മാതാപിതാക്കൾ അനിസ്ലാമികമായ ഒരു പ്രവർത്തനം നമ്മിൽ കണ്ടിട്ട് മോനെ അത് ചെയ്യരുതെന്ന് പറയുമ്പോൾ എങ്ങനെയാ നമ്മുടെ ഉപ്പയോട് നമ്മൾ സംസാരിക്കാറ്? എങ്ങനെയാ നമ്മുടെ ഉമ്മയോട് നമ്മൾ സംസാരിക്കാറ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടത് ഇങ്ങനെ ചരിത്രം പഠിച്ചിട്ട് പോയാ പോരാ, ചരിത്രം കേട്ടിട്ട് പോയാ പോരാ. ഇതിൽ നിന്നൊക്കെ കൃത്യമായ പാഠങ്ങൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ ഒരുപാട് പാഠങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അള്ളാഹുവിന്റെ മുമ്പിൽ പൂർണ്ണമായി സമർപ്പിക്കുകയാണ് അവർ. മറ്റൊന്നും അവർക്ക് പ്രശ്നമല്ല, മറ്റൊന്നും അവർക്ക് വിഷയമല്ല. എല്ലാത്തിനും ഉപരിയായിട്ട് അള്ളാഹുവിനെയാണ് അവർ കാണുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തയ്യാറാവുകയാണ്, അള്ളാഹുവിന്റെ മുമ്പിൽ പരിപൂർണമായി കീഴ്പ്പെട്ടു, ആ വിധി നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ്. ഒരു സൈഡിലേക്ക് ചരിച്ചിട്ട് ഇബ്രാഹിം ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കിടത്തുകയാണ്. വനാദൈനാഹു അയ്യാ ഇബ്രാഹിം, അവിടെ നിന്ന് നാം ഇബ്രാഹിം നബിയെ വിളിച്ചു. ഖദ് സദ്ദഖത റുഇയാ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, താങ്കൾ താങ്കളുടെ ആ വഹി, ആ സ്വപ്നം അത് പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, ഇത് വളരെ വ്യക്തമായ ഒരു പരീക്ഷണമായിരുന്നു. നമുക്കും ഉണ്ടാവും ഇങ്ങനെ പരീക്ഷണം. എങ്ങനെയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ മക്കളെ നമ്മൾ വളർത്തുന്നത്? അത്തരം നിയമങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ ധാർമ്മിക നിഷ്ഠയുള്ള ദീനിലുള്ള നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ ഉപദേശിക്കുമ്പോൾ മക്കൾ എന്ന നിലക്ക് എങ്ങനെയാ ഉപ്പയോട് ഉമ്മയോട് നമ്മുടെ സമീപനം? പരീക്ഷണം ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പഠിപ്പിക്കുമ്പോൾ വളരെ കൃത്യമായി കൊണ്ട് നമ്മൾ ഓരോന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. മകനെ പോലും സമർപ്പിക്കാൻ തയ്യാറായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഈ ത്യാഗ സ്മരണയാണ് സത്യത്തിൽ ഉദ്വഹിയ്യത്തിലൂടെ കേവലം ഒരു അറവല്ല. ഈ ത്യാഗത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളും കൂടെ ഈ ത്യാഗത്തിന്റെ ഭാഗമാവുകയാണ് എന്നാണ് നമ്മൾ ഓരോരുത്തരും വളരെ കൃത്യമായി കൊണ്ട് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. അതിന് നമ്മുടെ പണമോ അതല്ലെങ്കിൽ നമ്മൾ പോറ്റി വളർത്തിയ ആ ഒരു കാലിയോടുള്ള അതിനോടുള്ള ഒരു സ്നേഹമോ ഒന്നും തടസ്സമാകാത്ത രൂപത്തിലുള്ള ഒരു ത്യാഗം നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ഹിയ്യത്ത് പലരും ഇന്ന് നിസാരവൽക്കരിക്കുന്ന ഒരു വിഷയം, അതൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല എന്നുള്ള രൂപത്തിൽ നോക്കൂ. നിസ്കാരവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അല്ലാഹു ഉദ്ഹിയ്യത്തിനെ കുറിച്ച് പറഞ്ഞത്. സൂറത്തു അൻആമിലെ 162-ാമത്തെ വചനം, ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു പറയുന്നത് എന്റെ നമസ്കാരവും എന്റെ അറവും അല്ലാഹുവിനുള്ളതാണ്. എല്ലാ ഇബാദത്തുകളും അല്ലാഹുവിനുള്ളതാണ്. അതുപോലെ തന്നെ സൂറത്തുൽ കൗസറിൽ ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ, നിന്റെ റബ്ബിനെ നീ നമസ്കരിക്കുകയും ഉദ്ഹിയ്യത്ത് ഇറക്കുകയും ചെയ്യുക, വൻഹർ ബലിയിറക്കുകയും ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. പക്ഷേ നമ്മൾ ഇതിനെ നിസ്കരിക്കും, ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാ, പക്ഷെ ബലി അതൊന്നും അത്ര ഒരു വലിയൊരു ഗൗരവമുള്ള വിഷയം. അതൊക്കെ വലിയ പണക്കാരില്ല നമ്മളെ നാട്ടിലെ ധനാഢ്യന്മാർ, അവര് ചെയ്തോട്ടെ, നമുക്കൊന്നും ഇല്ല. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ കാന ലഹു സഅത്തുൻ വലം യുദഹി ഫലാ യഖ്റുബന്ന മുസല്ലാന. ഇത്രത്തോളം ഗൗരവത്തോടെയാണ് റസൂൽ ഇതിനെ പറഞ്ഞതെന്നറിയോ? ഈ ഹദീസൊക്കെ വെച്ചിട്ട് പണ്ഡിതന്മാരുടെ മുമ്പിലുള്ള ചർച്ച എന്താണെന്നറിയോ? ഉദ്ഹിയ്യത്ത് നിർബന്ധമാണോ അതോ സുന്നത്താണോ? വേണ്ടെന്നുള്ളതല്ല, നിർബന്ധമാണോ സുന്നത്താണോ? ഒരുപാട് പണ്ഡിതന്മാർ നിർബന്ധമാണെന്ന് പറഞ്ഞവരുണ്ട്. എന്തായാലും ഏറ്റവും മശ്ഹൂറായ ജംഹൂറിന്റെ അഭിപ്രായം പ്രബലമായ സുന്നത്താണ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്ന ഹദീസ്, മൻ കാന ലഹു സഅത്തുൻ, ഒരാൾക്ക് ധന്യത അല്ലാഹു നൽകി,
പണണ്ട് വലം യുദഹി, എന്നിട്ട് അയാൾ ഉദഹിയത്ത് നടത്തിയിട്ടില്ല എങ്കിൽ ഫലാ യഖ്റുബന്ന മുസല്ലാന, അയാൾ ഈദ്ഗാഹിലേക്ക് വരേണ്ടതില്ല നല്ലട്ടോ റസൂലുള്ളാഹിന്റെ പ്രയോഗം. പദത്തിന്റെ അർത്ഥം വലാ യഖ്റുബന്ന, അങ്ങോട്ട് അടുത്തു പോകരുത് എന്നാണ്. ആർത്തവകാരികളായ നിസ്കരിക്കാൻ സാധിക്കാത്ത സഹോദരികളെ കൂടെ നിങ്ങൾ കൂട്ടിവരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈദ്ഗാഹിലേക്ക് ധന്യതയുണ്ടായിട്ടും ഈ ഉദ്ഹിയ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യക്തികളെ നിങ്ങൾ അങ്ങോട്ട് അടുത്തു പോകരുതെന്ന് എത്ര ഗൗരവമുണ്ട വിഷയം, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ഗൗരവത്തോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ ഗൗരവത്തോടുകൂടെ തന്നെ നമ്മൾ ആ വിഷയം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ പരിശോധിക്കണം അതിന്റെ ഷെയർ എത്രയാണ് എന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മൾ ചോദിക്കണം, നമ്മുടെ മഹല്ലിൽ ബോർഡ് വന്നിട്ടുണ്ട്, ആരെയൊക്കെയാണ് ഇതിന് ബന്ധപ്പെടേണ്ടത് എന്ന് കൃത്യമായിട്ട് നമ്മുടെ അതിന് വേണ്ട ഭാരവാഹികൾ നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ അവരുമായി ബന്ധപ്പെട്ടിട്ട് കഴിയുന്ന ആളുകൾ കടം വാങ്ങിയിട്ട് അതിന് ചേരണമെന്നില്ല. പക്ഷേ നമുക്ക് എല്ലാത്തിനും പണമുണ്ട്, ഉദ്ഹിയ്യത്തിന് മാത്രം പണമില്ല എന്നൊരവസ്ഥയാണെങ്കിൽ അത് നമ്മൾ സ്വയം പരിശോധിക്കേണ്ടതാണ്. ഓരോ ആളുകളും സ്വന്തമായി അറക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അറക്കുന്ന ആളുകൾ അത് സ്വന്തമായിട്ട് അറക്കുക എന്നുള്ളതാണ്, അത് ഏറെ മഹനീയമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ആട്, അതിന് നമ്മൾ മനസ്സിലാക്കിയതാണ്, ഒറ്റ ഷെയറേ ഉള്ളൂ, ഒരാടിന് ഒരാൾ അറക്കുക. മറ്റുള്ള മാടുകളാണെങ്കിൽ അതിന് 7 ഷെയർ വരെ ഉണ്ടാകാം എന്നുള്ളത് നമുക്കറിയാവുന്ന വിഷയമാണ്. ഇതേ രൂപത്തിൽ തന്നെ ഒരു കുടുംബത്തിൽ ഒരാൾ അറുത്താൽ മതി. ഇനി ധന്യതയുണ്ട്, പണമുണ്ട്, പ്രശ്നമില്ല, താല്പര്യമുണ്ട്, എല്ലാവർക്കും അറക്കാം. മകനും മകൾക്കും ഭാര്യക്കും അവർക്കൊക്കെ എന്ത് ചെയ്യാം, ഷെയറിന് കൂടാം. അത് തെറ്റല്ല, നല്ലത് തന്നെയാണ്. പക്ഷേ അവർക്ക് വേണ്ടിയിട്ട് ഒരാള്, ആ കുടുംബത്തിൽ ഒരാള് അത് ചെയ്താലും മതി എന്നുള്ളതാണ് പ്രമാണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതേ രൂപത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ വിഷയമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അറക്കുന്ന ഉരുവുമായി മാടുകളാവട്ടെ അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു മാനസികമായ ഒരു അടുപ്പൊക്കെ ഉണ്ടാവണം. നമ്മൾ അതിന് കമ്മിറ്റിക്കാർക്ക് പൈസ ഒക്കെ കൊടുത്ത് അത് അവര് പോറ്റട്ടെ, അവര് തീറ്റട്ടെ, അവര് വെള്ളം കൊടുക്കട്ടെ, നമ്മളെ ഉരുവെന്ന് പോലും അറിയാത്തൊരവസ്ഥയിൽ നമുക്ക് ഉണ്ടാവരുത്. സഹാബത്തിന്റെ ഒക്കെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ അവര് ഇതിനെ നടന്ന് തീറ്റിക്കുന്ന രംഗങ്ങളൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. വളരെ പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും കാണുന്ന ചില പ്രയാസകരമായ അവസ്ഥകൾ കൂടെ ഉണ്ട്. എൻ്റെ അതാണ് ഈ മഹല്ലിലുള്ള ഏറ്റവും വലുത്. കാരണം എൻ്റെ ഉപ്പാപ്പന്റെ കാലത്തെ നമ്മൾ തുടങ്ങിയതാണ്, പാരമ്പര്യമായിട്ടുള്ളതാണ്. ഇത്ര മുൻപുള്ള ഒരു ഈ സമീപ പ്രദേശത്തൊന്നും, ഇത് ഞാൻ ഇവിടെ നിന്നൊന്നും വരുത്തിച്ചതല്ല, ഇത്ര ലക്ഷം കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അതിനൊന്നും ഉള്ളതല്ല, ഇതൊരു ഇബാദത്താണ്. ഇതിനകത്ത് ഇത് പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിക്കണം, ഇത് പരസ്യമായി നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഖ്ലാസിന് ഭംഗം വരാൻ സാധ്യത കൂടുതലാണ്. പൈശാചികമായ ഫിത്നകൾ ഉണ്ടാകുമെന്നർത്ഥം. നമ്മൾ ശ്രദ്ധിക്കണം. തഖ്വയാണ് പ്രധാനം, ഇഖ്ലാസാണ് പ്രധാനം. നമ്മൾ ഈ അറക്കുന്ന മാംസമോ അതിന്റെ രക്തമോ നോക്കൂ, ഞാൻ ആമുഖമായി ഓതി വെച്ച സൂറത്തുൽ ഹജ്ജിലെ 37-ാമത്തെ ആയത്ത്, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ, ഇതിന്റെ രക്തമോ ഇതിന്റെ മാംസമോ അള്ളാഹുവിലേക്ക് എത്തൂല, അതൊന്നും അള്ളാഹ്ക്ക് ആവശ്യമില്ല. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, അള്ളാഹ്ക്ക് വേണ്ടത് അറക്കുന്ന ആളുടെ ഹൃദയത്തിലെ തഖ്വയാണ്. അത് കളയുന്ന ഒരു പ്രവർത്തനവും ഒരു സംസാരവും ഇതിൽ ഏർപ്പെടുന്ന ആളുകളുടെ സമീപത്തു നിന്നും ഉണ്ടാവരുത് എന്നാണ് ആ വിഷയകമായി അവസാനം സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ ഓരോരുത്തരും അത് ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തുകളൊക്കെ ഇഖ്ലാസോടെ തഖ്വയോടുകൂടെ നിർവഹിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും അവൻ തൗഫീഖ് നൽകി.